പ്രിയമുള്ളവരെ, ശ്രീഹാകാലം 6-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങളിലായി 10 അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈശോ ചെയ്യുന്ന ഈ 10 അത്ഭുതങ്ങൾ പഴയ നിയമകാലത്ത് മോശയിലൂടെ ദൈവം പ്രവർത്തിച്ച ആ അത്ഭുതങ്ങളുടെ ഒരു പൂർണ്ണിമയായിട്ടാണ്. അതായത് പുതിയ മോശയായ ഈശോ വിമോചനത്തിൻ്റെ സദ്വാർത്തയും സത്പ്രവർത്തികളും സന്മാതൃകകളും നൽകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ കർത്താവ് നൽകുന്ന അവസാനത്തെ 2 അടയാളങ്ങൾ, 2 അത്ഭുതങ്ങൾ. ഒന്ന്, അന്ധർക്ക് കാഴ്ച നൽകുന്നു, തുടർന്ന് ഊമനെ സുഖമാക്കുന്നു. അത് തുടർന്ന് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. ഈശോ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 27-ാം വാക്യം, 2 അന്ധന്മാർ വന്ന് ദാവീദിൻ്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചു എന്നാണ്. ഈ 2 അന്ധന്മാർ ഈശോയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാൻ, കരഞ്ഞപേക്ഷിക്കുവാൻ കാരണം എന്താണെന്ന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കും. ഈശോ ഭരണാധിപൻ്റെ മകളെ സുഖപ്പെടുത്തി അവളെ എഴുന്നേൽപ്പിക്കുന്നു. അവൾ മരിച്ച ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നു, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. 26-ാം വാക്യം പറയുന്നു, ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു. അന്ധരായ ഈ ആളുകൾക്ക് കർത്താവിൻ്റെ ഈ അത്ഭുത വാർത്ത കേൾക്കുവാൻ കഴിഞ്ഞു. അന്ധരായ ആളുകൾക്ക്, കാഴ്ചയില്ലാത്തവർക്ക് കേൾവിയുടെ വലിയ അനുഗ്രഹം ദൈവം നൽകുമല്ലോ. അപ്പം അങ്ങനെ അവർ ഈ വാർത്ത അറിഞ്ഞു. അങ്ങനെ ആയിരിക്കണം ഈശോയുടെ പിന്നാലെ അവർ വരുന്നത്. പക്ഷെ അവർ വെറും അജ്ഞരായ ആളുകളല്ല. അവർ അപേക്ഷിക്കുന്നത് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ്. കാരണം ഈശോ ദാവീദിൻ്റെ പുത്രനാണ്. ദാവീദിൻ്റെ പുത്രൻ, അബ്രാഹത്തിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ വംശാവലി എന്നാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കാണുന്നത്. ഈശോയെ ദാവീദിൻ്റെ പുത്രനെന്ന് ഏറ്റവും കൂടുതൽ വിവരിക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. 10 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദാവീദ് ഇസ്രായേൽ ജനത്തിൻ്റെ മഹാനായ രാജാവായിരുന്നു. ഈ രാജാവിനോട് ദൈവം നൽകിയ വലിയൊരു വാഗ്ദാനമുണ്ട്. അത് 2 സാമുവേൽ 7:12. ആ വാഗ്ദാനം ഇതാണ്: നിന്റെ ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവ്വികരോട് ചേരുമ്പോൾ നിന്റെ അവസരപുത്രനെ ഉയർത്തി രാജ്യം സുസ്ഥിരമാക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി എന്നേക്കും ഉറപ്പിക്കും, നിന്റെ സിംഹാസനം തലമുറകൾ തോറും ഉറപ്പിക്കും. അങ്ങനെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ളവൻ വരും എന്നുള്ള വലിയ പ്രതീക്ഷ, അതാണ് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് പ്രതീക്ഷ സഫലമാക്കിക്കൊണ്ടാണ് ഈ 2 അന്ധന്മാർ വിളിച്ച് അപേക്ഷിക്കുന്നത്. ദാവീദിനേക്കാളും വലിയ നിത്യനായ ഒരു രാജാവാണ്, പരിപൂർണമായ മോചനം നൽകുന്ന, രാജാക്കന്മാർക്ക് സൗഖ്യം കൂടി നൽകുവാൻ കഴിയുന്നവനായ രാജാവാണ് ഈശോ എന്ന് അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന 2 പേരാണിവർ. വിശ്വാസത്തോടു കൂടി, അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി കർത്താവിനെ സമീപിക്കുകയാണ്. ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. എസ്രഹം അലൈൻ എന്നാണ് സുറിയാനിയിൽ പറയുന്നത്. റഹം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഉദരത്തിലുള്ള കുഞ്ഞിനോടുള്ള മാതൃനിർവിശേഷമായ സ്നേഹത്തിന് പറയുന്ന വാക്കാണ്. അങ്ങനെ ഹൃദയം നിറഞ്ഞ ഊഷ്മളമായ ഒരു വലിയ സ്നേഹമാണ് ആ റഹീം. കർത്താവെ ഞങ്ങളോട് അങ്ങനെയുള്ള ഒരു സ്നേഹം നൽകണമേ, കാരുണ്യം കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അപേക്ഷയാണ്. അങ്ങനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചെന്നാണ്. അപ്പോൾ ഒരു വലിയ പ്രാർത്ഥനയുടെ മാതൃകയാണിത്. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളിൽ കാർസുസ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി നൽകുന്നത് മാറൻ എസ്രാഹം അലൈൻ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, കണ്ണു തുറന്നു തരണമേ എന്ന് നേരിട്ട് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ വലിയ കരുണ ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകുമ്പോൾ എല്ലാം ലഭിക്കും. അതാണ് എൻ്റെ സൂചന. അവൻ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. അപ്പോൾ ഈശോയുടെ പിന്നാലെ ഒരു ലുത്തനിയ പോലെ പ്രാർത്ഥിച്ച് ചെല്ലുന്നത് പോലെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ് ഈ അന്ധന്മാർ. ഈശോ അവരോട് ചോദിച്ചു, ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഊവ് കർത്താവേ എന്നവർ മറുപടി നൽകി. അപ്പോൾ വെറും അത്ഭുത പ്രവർത്തകനായിട്ടല്ല ഈശോ വരുന്നത്, ഇവിടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നവനായിട്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈശോയിൽ വിശ്വസിക്കുന്നുവോ? ഈശോ ചെയ്യുന്ന പ്രവർത്തികളിൽ അതിൻ്റെ ഫലമെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതല്ല, ഈശോ എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നുവോ? ഈശോ ആണ് രക്ഷകൻ, ഈശോ മോചനം നൽകും,
കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അഭിമാനത്തിന് വകയുണ്ട്. ആ ഒരു വലിയ ഒരു ബോധ്യം കർത്താവ് അവർക്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അവരുടെ മറുപടി ഇതാണ്: ഊവ് കർത്താവേ എന്നാണ് വിളിക്കുന്നത്. ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ച അവർ തന്നെ കർത്താവേ എന്ന് പറഞ്ഞാൽ ഈശോയെ രക്ഷകനായിട്ട് അംഗീകരിക്കുകയാണ്. കർത്താവെ ദൈവമായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അപ്പോൾ ഈശോയുടെ ആ സ്നേഹസ്പർശനം അവർക്ക് ലഭിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ പുതിയൊരു ലോകം അവരുടെ മുമ്പിൽ വിരിയുകയാണ്. അവരാദ്യം കാണുന്നത് രക്ഷകനായ ഈശോയാണല്ലോ, തീർച്ചയായും. എന്നിട്ട് ഈശോ അവർ പറയുകയാണ്, ഇതാരും അറിയാനിടയാകരുത്. അവരെ കർശനമായി വിലക്കി. അപ്പോൾ ഒരു മെസ്സിയാനിക് സീക്രട്ട് എന്നാണ് പറയുന്നത്, മെസ്സിയാനിക രഹസ്യം. അതായത് ഇപ്പോൾ ഇതെല്ലാം പ്രസിദ്ധമാക്കാൻ തുടങ്ങിയാൽ ഈശോയ്ക്ക് തന്നെ ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. വളരെ നേരത്തെ തന്നെ കർത്താവിനെ അവർ കുരിശിലേറ്റുമായിരിക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ പറയണ്ട. പക്ഷേ അവരെന്ത് ചെയ്തു? അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. അതായത് ഈ ശ്രീഹാകാലത്തിലെ ചൈതന്യം എന്താണ്? ശ്രീഹന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോയുടെ സന്ദേശം ലോകത്തിൽ മുഴുവനും അറിയിച്ചു. ഇതുപോലെ ഈ അന്ധരായ മനുഷ്യർ ഈശോയുടെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ ദിവ്യസ്പർശനം, ആ അഭിഷേകം സ്വീകരിച്ച് കണ്ണ് തുറന്ന് കർത്താവിൻ്റെ കീർത്തി എല്ലായിടത്തും പരത്തി, ഈശോയുടെ കീർത്തി എല്ലായിടത്തും എത്തിക്കുന്ന സുവിശേഷകരായി മാറിയെന്നതിൻ്റെ അർത്ഥം. അങ്ങനെ അന്ധരായ മനുഷ്യർ കർത്താവിൻ്റെ വലിയ സ്ത്രീഹന്മാരായി മാറുന്നതായി കാണുകയാണ്. തുടർന്നാണ് ഈശോ ഊമനെ സുഖമാക്കുന്നത്. പിശാചബാധിതനായ മനുഷ്യൻ, അവൻ സംസാരിക്കാൻ കഴിവില്ലാതെ അവനെ പിശാച് ആവേശിച്ചിരിക്കുകയാണ്. ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ പിശാചിനെ പുറത്താക്കി, അവൻ സംസാരിച്ചു. അപ്പം അന്ധർ കാണുന്നു, ഊമർ സംസാരിക്കുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസയരാകട്ടെ എന്ത് ചെയ്തു? ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം തിരസ്കരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ തൻ്റെ വലിയൊരു ആഹ്വാനം നൽകുന്നത്. ഈശോ തൻ്റെ അത്ഭുത പ്രവർത്തികൾ, അടയാളങ്ങൾ, ഈ 10 അടയാളങ്ങൾ കാണിച്ചതിന് ശേഷം അവിടുന്ന് പറയുകയാണ്, ഇതുപോലെ സൗഖ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ സുവിശേഷം അറിയിക്കണം. ആ അറിയിക്കുന്ന ആ സന്ദേശം എത്തിക്കണം. അവിടുന്ന് അവിടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും രോഗങ്ങളിലും വ്യാധികളും സുഖപ്പെടുത്തി എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ 36-ാം വാക്യം, അവരുടെ മേൽ ഈശോയ്ക്ക് അനുകമ്പ തോന്നി. മുമ്പ് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് സുറിയാനിയിൽ റഹീം. അതായത് കർത്താവ് ഈ അന്ധർ ഈശോയുടെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈശോയ്ക്കുണ്ടാകുന്നത് ഇതുപോലെ ആ ഒരു മാതൃനിർവിശേഷമായ വലിയൊരു സ്നേഹമാണ്. ഹൃദയത്തിൽ നിന്നൊഴുകുന്ന വലിയൊരു സ്നേഹം, അനുകമ്പ. ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ അവർ പരിഭ്രാന്തരും നിസ്സഹായരുമാണ്. അപ്പോൾ ലോകത്തിലെ ജനങ്ങൾ സത്യം എന്തെന്നറിയാതെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ സ്വന്തമാക്കാതെ, നീതിയുടെ വഴികളിലൂടെ സഞ്ചരിക്കാതെ പരിഭ്രാന്തരായി ആകുലരായി നടക്കുകയാണ്. അങ്ങനെയുള്ള പരിഭ്രാന്തികളും ആകുലതകളും പേറിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇവർക്കെല്ലാം സാന്ത്വനം നൽകുക, ആശ്വാസം നൽകുക, സുവിശേഷം അറിയിക്കുക. വിളവധികം, വേലക്കാരോ ചുരുക്കം. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിളവ്, കൊയ്ത്ത്, അത് അന്ത്യകാലത്തുള്ള എല്ലാവരെയും ശേഖരിക്കുന്നതിൻ്റെ പ്രതീകമാണെങ്കിൽ, സഭാപിതാവായ അപ്രയം, സുറിയാനി സഭാപിതാവ് പറയുന്നത് ഈ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് വിശ്വസിക്കാനിരിക്കുന്ന ജനങ്ങളുടെ അടുക്കിലേക്ക് സുവിശേഷം അറിയിക്കുക എന്നതാണെന്നാണ്. വേലക്കാരാരാണ്? അത് സുവിശേഷകരാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവർ, ഈശോയുടെ സന്ദേശം സ്വീകരിക്കുന്ന ശിഷ്യന്മാർ, അതുപോലെ തന്നെ ഈശോയുടെ വചനം സ്വീകരിക്കുന്നവർ. ആ വേലക്കാരുടെ വിളവെടുക്കുവാനായിട്ടുള്ള ഉപകരണമാണ് ഈശോ നൽകുന്ന ആ ശക്തി, കർത്താവിൻ്റെ അടയാളം, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ, അത് സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ. അത്ഭുതങ്ങളും അടയാളങ്ങളും പോലെ തന്നെ സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ശുശ്രൂഷ തിരുസഭ ലോകത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആതുര സേവനവും, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അഗതികളെ സംരക്ഷിക്കൽ, ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഫരിസയരെ പോലെ അസ്വസ്ഥരാകുന്ന ജനങ്ങളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവർ തങ്ങളുടെ മതശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. കർത്താവിൻ്റെ സ്നേഹം,
കർത്താവിൻ്റെ സത്യം അതെല്ലായിടത്തും പ്രഘോഷിക്കുക, അത് കണ്ടെത്തുക. അത് കണ്ടെത്തുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി അത് കണ്ടെത്തി. കർത്താവിൻ്റെ ആ വചനം തൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാതൃകയായി അദ്ദേഹം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഈ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും എത്തണമെങ്കിൽ തിരുസഭയുടെ വിശ്വാസികളുടെ നിറഞ്ഞ പ്രാർത്ഥന ആവശ്യമാണ്. മാനുഷികമായ ശക്തികളിലൂടെയല്ല, ദൈവികമായ ശക്തിയിലൂടെയാണ് ഈശോ പ്രവർത്തിച്ചത്. ഈശോയുടെ ഈ പ്രാർത്ഥനയോട് നാമം ഈശോ പ്രാർത്ഥിക്കുന്നു. ഈ ആഹ്വാനത്തിനോട് നാമം ചേർന്ന് ജീവിക്കുമ്പോഴാണ് നാമം യഥാർത്ഥ സുവിശേഷകരായി മാറുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്, അഹറോനെയും പുത്രന്മാരെയും പ്രത്യേകമായി അഭിഷേചിക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവരെ അഭിഷേചിക്കുകയാണ്. 133 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നത് അഹറോൻ്റെ ശിരസിൽ നിന്നും താടിയിലേക്കും താഴേക്ക് വസ്ത്രത്തിന് വിളുമ്പ് വരെ ഒഴുകിയിറങ്ങുന്ന തൈലം പോലെയുള്ള സ്നേഹ അഭിഷേകം, ആ ദൈവികമായ അഭിഷേകത്താൽ നിറഞ്ഞാണ് ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും നമ്മൾ കാണുന്നത് യെശയ്യായുടെ പുസ്തകം. യെശയ്യായ്ക്ക് ദൈവികമായ ദർശനം ലഭിക്കുകയാണ്. ആ ദൈവിക ദർശനത്തിന് മുമ്പിൽ അദ്ദേഹം പറയുന്നു, ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ കുറവുകളെല്ലാം ഏറ്റുപറയുമ്പോൾ ഉടലുകൊണ്ട് അഗ്നി തീക്കനൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അധരങ്ങളെ സ്പർശിച്ചു പറഞ്ഞു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രവാചകനെ ശുദ്ധീകരിക്കുകയാണ്. തുടർന്ന് 8-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാൽ. ഈ യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഈ വാക്യങ്ങൾ ഓരോ കുർബാനയിലും ഓശാന ഗീതത്തിൻ്റെ സമയത്തുള്ള കൂശാപ്പ പ്രാർത്ഥന അതിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. നമ്മുടെ കുർബാനയെ സംഭവിക്കുന്നത് എന്താണ്? കുർബാനയെ പങ്കുചേരുന്നവർ കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ബലഹീനരാണ്, പാപികളാണ്, അശുദ്ധരാണെന്ന് ഏറ്റുപറയുമ്പോൾ ദൈവം തൻ്റെ തീക്കനൽ കൊണ്ട് സ്പർശിക്കുന്നു, തിരുവചനം കൊണ്ട്, സുവിശേഷം കൊണ്ട് സ്പർശിക്കുന്നു. തീക്കട്ടയായ വിശുദ്ധ കുർബാന അത് സ്വീകരിച്ച് അതുകൊണ്ട് നമ്മളെ സ്പർശിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാ ഞാൻ, എന്നെ അയച്ചാലോ എന്ന് പറയാനുള്ള വലിയ സുവിശേഷ ചൈതന്യം സ്വീകരിക്കുന്നു. അങ്ങനെയാണ് സ്ലീഹന്മാരുടെ ആ ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. അങ്ങനെ ഈ ദൗത്യത്തിലേക്ക് ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവവിളിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ ബുദ്ധിമാന്മാരധികമില്ല, ശക്തരും കുലീനനും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ദൈവവിളി ഓരോരുത്തരെയും ദൈവം വിളിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം മിശിഹായാണ് എന്ന് മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കുക. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഈശോയിൽ അഭിമാനിക്കണം, ഈശോയുടെ സുവിശേഷത്തിൽ അഭിമാനിക്കണം. അങ്ങനെ കർത്താവിൻ്റെ ആ സുവിശേഷ ചൈതന്യം സ്വീകരിച്ച് നാം ജീവിക്കണം. ഈ സ്നേഹകാലത്ത് നാം നേരിടുന്ന ഒരു വെല്ലുവിളി കൂടിയാണിത്. ലൗദീക്കയിലെ സഭയ്ക്ക് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം ആ സഭയ്ക്ക് നൽകുന്ന സന്ദേശമുണ്ട്. ആ സഭ ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയാണ്. നീ മന്നോഷ്ണനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. 16-ാം വാക്യം, വെളിപാട് 3:16. എന്നിട്ട് പറയുകയാണ്, നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണ്, നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. 18-ാം വാക്യം, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. കർത്താവ് ഈ സ്നേഹത്തിൻ്റെ അഭിഷേകമായ അഞ്ജനം നൽകി അന്ധന്മാർക്ക് കാഴ്ച നൽകിയതുപോലെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുവാനും നമ്മളിലെ സുവിശേഷ ചൈതന്യം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഈ വചനങ്ങളോട് പ്രത്യുത്തരിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.